ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നിട്ടുള്ള എല്ലാ സന്തോഷത്തിനും സമാധാനത്തിനും സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് പറയണം. കാരണം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മൊബൈലും പിടിച്ച് ഇവിടെ വന്നിരുന്ന് റീഡിങ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. അതുപോലെ ഇന്നലെ കമൻറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു, വരുമെന്ന് പറയും, വരൂല എന്ന്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ എനർജി എൻ്റെ എനർജി ആയിട്ട് അലൈൻഡ് ആയിരിക്കത്തില്ല. അപ്പോൾ സെയിം എനർജി ഉള്ളവർക്കായിരിക്കും ഒരുപക്ഷെ ഇത് മാച്ച് ആവുന്നത്, റെസനേറ്റ് ആവുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ എനർജി അലൈൻഡ് അല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആരുടെയാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് ആ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടബിൾ കേട്ടോ. അപ്പോൾ അത് നോക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ എനർജി ആയിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മാച്ച് ആവത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇത് ആരുടെ പേഴ്സണൽ എനർജി പിക്ക് ചെയ്തെടുക്കുന്ന വീഡിയോസ് അല്ലല്ലോ, നമ്മൾ റാൻഡമായിട്ട് കാർഡ്സ് ചെക്ക് ചെയ്യുമല്ലേ. അപ്പോൾ എൻ്റെ എനർജിയിൽ നിൽക്കുന്ന ആളുകൾക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ലവേഴ്സാണ്. ഫസ്റ്റ് കാർഡ് ലവേഴ്സാണ്. അപ്പോൾ ഇന്ന് ആർക്കൊക്കെയോ റീയൂണിയൻ ഉണ്ട് കാർഡിൽ കാണുന്നതാണ് പറയുന്നത് കേട്ടോ. കാർഡിൻ്റെ അർത്ഥം ഇതാണ്. ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയാണ്. അതുപോലെ യൂണിയനാണ്. അതായത് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ തമ്മിലൊരു യൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ് ലവേഴ്സ്. അതുകൊണ്ട് ഫിസിക്കൽ ഇൻറ്റിമസിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതിപ്പോൾ ഇന്നെടുത്താലും നാളെ എടുത്താലും ഇത് തന്നെയാണ് ഈ കാർഡിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് കാർഡ് വന്നേക്കുന്നത്, ലവേഴ്സ്. അപ്പോൾ എന്താണ് എന്നും ഇത് തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് കാർഡിൻ്റെ അർത്ഥം ഇതും നാളെ മറ്റൊന്നും ആവുമോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിനകത്ത് കാർഡ് കാണുന്നത് എന്താണോ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലവേഴ്സിൻ്റെ കാർഡെന്ന് പറയുന്നത് ഐ ഓൾറെഡി ടോൾഡ് യു, ഇറ്റ്സ് ലവ് ആൻഡ് സെക്ഷുവാലിറ്റി ആണ്, പ്ലസ് യൂണിയൻ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇന്നേ ദിവസം യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടുള്ള ദിവസമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പരസ്പരം പ്രലോഭനങ്ങളിൽ പെടാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം അഡിക്ഷൻ ആൻഡ് അഫെക്ഷൻ ഭയങ്കരമായിട്ട് തോന്നും. ഭയങ്കര ഇൻറ്റിമസി തോന്നാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും വല്ലാത്ത ഇൻറ്റിമസി തോന്നാൻ സാധ്യതയുള്ളൊരു ദിവസം എന്നാണ് ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് 3 ഓഫ് സോഡ്സ് ആണ്. ഇതൊരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റ് ആണ്. ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ മാനസികമായിട്ട് സംഘർഷത്തിലാക്കുന്ന എന്തോ ഒരു എനർജി ഇന്ന് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് 3 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 3 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത് നോക്കാം. എന്തുകൊണ്ടാണ് 3 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്? കിങ് ഓഫ് പെൻറ്റക്കിൾസും 5 ഓഫ് കപ്സും ആണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും ലോസ് ഉണ്ടാവുന്നതായിരിക്കാം. 3 ഓഫ് കപ്സ്, 3 അല്ല 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യാന്നുള്ളതാണ്. ഇത് മേ ബി ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് കൊടുത്ത പൈസ തിരിച്ച് കിട്ടില്ല എന്നറിയുന്നതായിരിക്കാം. അതുപോലെ 4 ഓഫ് കപ്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നതിൻ്റെ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മേ ബി നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ടേൺ ചെയ്യത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നടക്കും എന്ന് പ്രതീക്ഷിക്കുകയും അത് നടക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടാവും. അതിൽ നിരാശ ഉണ്ടാവുന്നതാണ് ഈ 3 ഓഫ് സോഡ് എന്ന് പറയുന്നത്. 4 ഓഫ് കപ്പും വന്നിട്ടുണ്ട്, 5 ഓഫ് കപ്പും വന്നിട്ടുണ്ട്, കിങ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. മേ ബി പൈസ ആയിരിക്കാം. പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് പൈസ കിട്ടാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു നഷ്ടം ഉണ്ടല്ലോ, ബോധം എന്ന് പറയുന്നൊരു കാര്യം. മേ ബി അതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതും പാസ്റ്റിലത്തെ ഓർത്ത് വേദനിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ മേ ബി അങ്ങനെയാകാം. പാസ്റ്റിലത്തെ എന്തെങ്കിലും ഓർമ്മകളിൽ കുടുങ്ങിപ്പോയിട്ട് നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാതെ പാസ്റ്റിലത്തെ ഒരു പെയിനിൽ വീണ്ടും കുടുങ്ങിപ്പോകുന്ന പോലെ കാണുന്നുണ്ട്. മേ ബി അതായിരിക്കാം. പണ്ട് റിലേഷൻഷിപ്പ് സ്റ്റക്കാവുന്ന എനർജിയിൽ നിന്ന് എടുത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ മേ ബി ഇന്ന് വീണ്ടും ആ പെയിനിലേക്ക് ചിലപ്പോൾ തിരിച്ചു പോകുന്നതും ആ ഇമോഷണൽ സ്റ്റെബിലിറ്റി, നിങ്ങൾക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്നൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ചിലപ്പോൾ ഇന്നില്ല. ഇന്ന് അവരെക്കുറിച്ച് കൂടുതൽ ഓർക്കുക, വീണ്ടും അവർ തന്നിട്ട് പോയ പെയിൻ വീണ്ടും ഓർക്കുക, ആ നഷ്ടബോധത്തിലിരിക്കുക, അവരെ മിസ് ചെയ്യുക, അതൊക്കെയാണ്. 4 ഓഫ് കപ്പ് എന്ന് പറയുന്നതും 3 ഓഫ് സോഡ് എന്ന് പറയുന്നതൊക്കെ ഏകദേശം ആ മീനിങ്ങിലോട്ടാണ് വരുന്നത്. മേ ബി നിങ്ങളെ അവർ ചീറ്റ് ചെയ്തിട്ട് പോയ കാര്യമൊക്കെ ചിലപ്പോൾ നിങ്ങളിന്ന് ഓർക്കുന്നുണ്ടാവും. അത് ഓർത്ത് വീണ്ടും പെയിൻ അനുഭവിക്കുക എന്നുള്ളതാണ്. അത് പാസ്റ്റിലത്തെ ക്ലിങ് ചെയ്ത് കിടക്കുന്നതാണ് കേട്ടോ. പാസ്റ്റിലത്തെ ആ പെയിൻ ഓർത്ത് ഇന്ന് വീണ്ടും വേദനിക്കുന്നു എന്നുള്ളതാണ് 3 ഓഫ് സോഡ്. അത് ഓർത്ത് പെയിൻ അനുഭവിക്കുക എന്നുള്ളതാണ്. ദെൻ ജഡ്ജ്മെൻ്റ് ആണ്. ജഡ്ജ്മെൻറ്റ് പറയുന്നതും ഇത് തന്നെയാണ്. ഏകദേശം
സെയിം മീനിങ് ആണ്. ജഡ്ജ്മെൻറ്റും പറയുന്നത് നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടേണ്ടി വരും എന്നാണ്. അതായത് ലവേഴ്സ്, ത്രിയോസോട്, ജഡ്ജ്മെൻറ്റ്. അപ്പോൾ മേ ബി കുറേ പേരുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മീറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും അറൈസൽ ഉണ്ടാവുന്നതായിരിക്കാം. അതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതായിരിക്കും. ഇനി അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നൊക്കെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിയുന്നതോ എന്തെങ്കിലും ആയിരിക്കാം സാധ്യതയുണ്ട്. ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നു എന്നാണ്, കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് ക്ലാരിറ്റി കിട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത്. ഇനി എന്തെങ്കിലും കേസ് വഴക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഉണ്ടല്ലോ പാസ്റ്റിൽ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻ അന്ന് സ്റ്റക്കായി പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയി എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് വീണ്ടും ഒരു നഷ്ടബോധത്തിൻ്റെ കാർഡാണ്. അതുമല്ല ചിലർ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെയുണ്ട്. പണം നഷ്ടം വരാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇന്ന് ഫിനാൻസ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ഫിനാൻസ് ലോസ് വരാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസിങ്ങിന് വല്ലതും പോകുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് വെറുതെ പൈസ കളയരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്യണ്ടായിരുന്നു, പൈസ കൊടുത്ത് എന്തെങ്കിലും വാങ്ങിച്ച് ചെയ്യുമ്പോൾ അത് വാങ്ങിക്കണ്ടായിരുന്നു, ഇപ്പോൾ അത് ആവശ്യമുള്ളൊരു കാര്യമല്ലായിരുന്നു, അത് പിന്നെ വാങ്ങിച്ചാൽ മതിയായിരുന്നു, നമുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു നഷ്ടബോധം തോന്നില്ലേ, അതാണ് ഈ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പണം ഇല്ല എന്നുള്ള തോന്നലാണ്. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലാതിരിക്കുന്ന അവസ്ഥയില്ലേ, ആ അവസ്ഥയാണ് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. പിന്നെ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വരിക, കാല്, കൈ, ഷോൾഡർ, ബാക്ക് അങ്ങനെയൊക്കെ പെയിൻ ഉണ്ടാവുക, നടക്കാൻ പ്രയാസം അനുഭവപ്പെടുക, കൈക്ക് പ്രയാസം ഉണ്ടാവുക, കഴുത്തിന് ഷോൾഡറിന് പെയിൻ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മാനസികമായിട്ടും കുറച്ച് സമ്മർദ്ദപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജി കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ ലോസും നഷ്ടബോധവും തോന്നുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും മിസ് ചെയ്യുന്നതാവാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായിട്ട് ഒരാൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നതാവാം. അങ്ങനെയൊക്കെയുള്ള എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇതാണൊരു ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ പണം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെയധികം കരുതിയിരിക്കണം, സൂക്ഷിക്കണം. അപ്പോൾ ചിലപ്പോൾ പൈസയായിട്ടാവണമെന്ന് നിർബന്ധമില്ല, വിലപിടിപ്പുള്ള സാധനങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ നഷ്ടം വരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം. ദെൻ ഹെർമിറ്റാണ്. ഒരു സ്റ്റക്നെസ് കാണുന്നുണ്ട്, ഒരു സ്റ്റക്ക് എനർജി. അതായത് ഒരു ഒറ്റപ്പെട്ട പോലെ തോന്നുക, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം സ്റ്റക്കായി പോവുക, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഇത് സത്യാന്വേഷണം നടത്തുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യുക. ഞാൻ എന്തിനാണ് ഈ അവസ്ഥയിലൊന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള നമ്മുടെ കുറേയേറെ ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഹെർമിറ്റ് ഒരു ഗുരുവാണ്. ഈ ഗുരുവിൽ നിന്ന് നമുക്ക് ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊരു സ്പിരിച്വൽ ഗുരുവിനെ കണ്ടെത്താൻ സാധ്യതയുണ്ട്, അയാളിൽ നിന്ന് ഗൈഡൻസ് എടുക്കാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളും ഒരു ഗൈഡിനെ തേടുന്നുണ്ടെന്നാണ്, നിങ്ങളും ഒരു മെൻറ്ററിനെ തേടുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കും എന്താവശ്യമുണ്ട്, ഹീലിംഗ് ആവശ്യമുണ്ട്, നിങ്ങൾക്കും ഗൈഡൻസ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളും മറ്റാരുടെയും അടുത്തുനിന്ന് ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, അതാണ് ഹെർമിറ്റ് എനർജി പറയുന്നത്. ഒരു സ്റ്റക്നെസ്, ഒറ്റപ്പെടലും ഒരുതരം മൂഡ് സ്വിങ്സ് ഒക്കെ തോന്നാൻ ചിലപ്പോൾ ഇന്നത്തെ ദിവസം സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ചിലപ്പോഴേ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഫിനാൻഷ്യൽ ലോസിലിരിക്കുകയും അല്ലെങ്കിൽ പണമില്ല എന്നൊരു പുവർ മണി മൈൻഡ് സെറ്റിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ളൊരു വഴി ആരെങ്കിലും പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു വെളിച്ചം കാണിച്ചു തരാൻ, ഒരു വഴികാട്ടിയായിട്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് സമാധാനമായിട്ട് ഇരിക്കുക, നിങ്ങൾക്ക് പൈസ വേണം, പൈസ ഇല്ല, എനിക്കിപ്പോൾ ഈ ആവശ്യത്തിന് പണം അവിടെ നിന്ന് കിട്ടും എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷനുമായിട്ട് ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന ദിവസം വരുമെന്നാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് ഇയാൾ വെളിച്ചം കാട്ടുവാണ്. ഈ ഇറങ്ങി പോകുന്ന ആളുകൾക്ക് ഈ ഹെർമിറ്റാണെന്ന് വെളിച്ചം കാട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പണമില്ലാത്തതിൻ്റെ പേരിൽ എവിടെന്നെങ്കിലും നാണം കെട്ട് ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ വേദനിച്ചിറങ്ങിപ്പോവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളെ വഴികാട്ടാനുള്ള ആൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഇന്ന് തെളിഞ്ഞു കിട്ടും. അതിനുള്ള ആളെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് തരും എന്നാണ് കാണുന്നത്.
ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ബർഡൻസ് ഒക്കെ മാറാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ ശരിക്കും ഇന്നൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു വീഡിയോയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നതായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ 3 ഓഫ് കപ്സ് ആണ്. ഇതൊരു യൂണിയൻ്റെ കാർഡാണ്. അതായത് ഫ്രണ്ട്സ് തമ്മിലുള്ള മീറ്റപ്പ് ആയിരിക്കാം, റീയൂണിയൻ ആയിരിക്കാം. റീയൂണിയൻ ഇൻ ദ സെൻസ് നിങ്ങൾ ആലുമിനി അസോസിയേഷൻ പോലെ പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടുന്നതായിരിക്കാം. അവിടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ഫ്ലറിഷ് ചെയ്യുന്നതായിരിക്കാം. 3 പേര് ചേർന്ന് എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുക, 3 പേര് ചേർന്നിട്ടൊരു കാര്യം വീണ്ടും തുടങ്ങുക, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുക, അത് സക്സസ്സിലേക്ക് എത്തുക, അതിൻ്റെ സെലിബ്രേഷൻ നടത്തുക, അതൊക്കെയാണ് 3 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു സെലിബ്രേഷനിലോ എന്തെങ്കിലും ഒരു മീറ്റപ്പിലോ എന്തെങ്കിലും ഒരു ഫങ്ഷൻസിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ ഈ കപ്പ് എനർജി ആയതുകൊണ്ട് തന്നെ ഈ ഡ്രിങ്കിങ് സ്വഭാവമുള്ള ആളുകളൊക്കെ സംബന്ധിച്ച് ഇന്ന് അങ്ങനത്തെ ഒരു സെലിബ്രേഷനും ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. അതാണ് 3 ഓഫ് കപ്പ് പറയുന്നത്. സെലിബ്രേഷൻ, ജോയ്, നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവാം, ഫ്രണ്ട്സിനെ കാണുന്നുണ്ടാവാം, ഒരു ഗ്യാതറിങ്ങിൽ ഒത്തുചേരുന്നുണ്ടാവാം, അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ കൂട്ടുകാരോട് സിനിമയ്ക്ക് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഒത്തുചേർന്നിട്ട് ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് കേട്ടോ സെലിബ്രേഷൻ. ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക എന്നുള്ളതാണ്. എന്ത് ചെയ്യണം എന്നൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഹാങ്ഡ് മാന്. അതുപോലെ തലകറക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തലകറക്കം, തലയ്ക്കൊരു മന്ദത, അങ്ങനെയുള്ള എനർജി ഫീലിംഗ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തീരുമാനം എടുക്കാൻ സാധിക്കാതെ വരിക, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇവിടെ ഒരു പൂവർ മണി മൈൻഡ് സെറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പലവിധ ആവശ്യങ്ങളുണ്ടാവും, പക്ഷെ പൈസ ഉണ്ടാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു എനർജി ആയിരിക്കും ഇത്. പിന്നെ ഈ 3 ഓഫ് കപ്പും പറയുന്നത് സെലിബ്രേഷൻ ഉണ്ട്, അപ്പോൾ സെലിബ്രേഷന് പങ്കെടുക്കണം. അവിടെ അതിനോട് ചേർന്നാണ് ഹാങ്ഡ് മാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ മീറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആക്കുക എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നതായിരിക്കാം. എന്തായാലും തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഫിനാൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകണം, പക്ഷേ അവിടെ പോകണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു എനർജി കാണുന്നുണ്ട്. തലകറക്കമൊക്കെ പോലുള്ള തലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ കാണുന്നുണ്ട്. അതുപോലെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോവുകയും അവർക്ക് ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയും അല്ലെങ്കിൽ അവരുടെ ഈ റിസൾട്ടൊക്കെ വരുമ്പോൾ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നൊക്കെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഹാങ്ഡ് മാൻ പറയുന്നത്. ഇനി ചില ആളുകൾ ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഓവർ തിങ്ക് ചെയ്യുന്നു, വീണ്ടും ഓവർ തിങ്ക് ചെയ്യുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ സറണ്ടർ ചെയ്യുക. അതായത് നിങ്ങൾ ഏത് ഒരു എനർജിയിലാണോ വിശ്വസിക്കുന്നത് അതിൽ ട്രസ്റ്റ് ചെയ്യുക. പൂർണ്ണമായിട്ടും എനിക്ക് നല്ലത് സംഭവിക്കും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. എനിക്ക് നല്ലത് മാത്രം സംഭവിക്കും എന്ന് 100% വിശ്വസിക്കുക. അത് ഏത് ശക്തിയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അവരിൽ സറണ്ടർ ചെയ്ത് വെക്കുക. അതായത് എനിക്കിത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേണ്ടി നീ തീരുമാനം എടുക്കണം എന്ന് പറയുക. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് തീരുമാനം എടുക്കാനുള്ള ത്രാണി തരണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് തീരുമാനം എടുക്കാനുള്ള സഹായം അവിടെ നിന്നുണ്ടാവണം എന്ന് പറഞ്ഞ് നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. അങ്ങനെയുള്ളൊരു എനർജിയാണ്. അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നത് സാക്രിഫൈസ് ചെയ്യുന്നതുമായിരിക്കും. ചില കാര്യങ്ങളെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യുന്നതും ആകാം. കാരണം അവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുക. ഇവിടെ ഹെർമിറ്റിൻ്റെ കാർഡുണ്ട്, സത്യാന്വേഷണം നടത്തുക. അപ്പോൾ നമ്മൾ ഈ മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിൽ കാരണമോ നമ്മുടെ തന്നെ ജഡ്ജ്മെൻറ്റ് കാരണമോ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ ചില കാര്യങ്ങൾ സറണ്ടർ ചെയ്യുന്നത് സാക്രിഫൈസ് ചെയ്യുന്നതും ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സന്തോഷം വേണ്ടെന്ന് വയ്ക്കുന്നതോ ഇട്ട് കൊടുക്കുന്നതോ ഒക്കെ ആകാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഈ ഹാങ്ഡ് മാൻ എനർജി. വീണ്ടും 4 ഓഫ് പെന്റക്കിളാണ് വന്നിരിക്കുന്നത്. ഒരു മൈസറാണ്, ഒരു എന്താ പറയുക, പിശുക്കൻ. അതായത് പൈസ ഉണ്ട് കയ്യിൽ, പക്ഷെ അത് ചിലവാക്കത്തില്ല. പൈസ ഉണ്ട്, ചിലവാക്കത്തില്ല. എങ്ങനെയാണെന്നറിയാമോ, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഇങ്ങനെ കിള്ളിക്കറി കണക്ക് പറയും. പക്ഷെ വലിയ കാര്യങ്ങളൊക്കെ കൊണ്ട് വെറുതെ പൈസ സ്പെൻഡ് ചെയ്തിട്ട് അവിടെയൊക്കെ നാശം വരുത്തും, അവിടെയൊക്കെ നഷ്ടം വരുത്തുന്ന ആളാണ് ഈ പറഞ്ഞ 4 ഓഫ് പെന്റക്കിൾസ്. ശരിക്കും പറഞ്ഞൊരു മണ്ടനാണ്, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു മണ്ടനാണ്. പണമുണ്ട് പക്ഷെ അത് ചിലവാക്കത്തില്ല, അതിനിങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഒരാളാണ് ഇവർ. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മണി എനർജി ഇവിടെ വെച്ച് ബ്ലോക്കായി പോകും. അപ്പോൾ മണി എനർജി ഫ്ലോ ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പണത്തിൻ്റെ എനർജി ഇവിടെ സ്റ്റോപ്പായി പോകും. അപ്പോൾ പിന്നെ പണം നമ്മളിലേക്ക് വരാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും പണം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്ന് പണം ആവശ്യമുണ്ട് പക്ഷെ പണമില്ല എന്നൊരു എനർജി ഉണ്ട്.
പണം ചിലവാക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. കാരണം കയ്യിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പൈസ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് പൈസ എടുത്താൽ ആ പൈസ തീർന്നു പോകുമല്ലോ എന്നുള്ളൊരു പേടി കൊണ്ട് നമ്മൾ പൈസ എടുക്കാതിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇന്ന് വല്ലാത്തൊരു സെക്ലൂഡഡ് ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആളുകൾ നിങ്ങളുടെ അടുത്ത് മിണ്ടാൻ വന്നാൽ പോലും നിങ്ങളായിട്ട് മിണ്ടാൻ പോകാത്ത, നിങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കുക. നിങ്ങളൊരു സെക്ലൂഡഡ് ലൈഫ് ഒരു ബൗണ്ടറിക്കകത്ത് നിൽക്കുന്ന പോലാണ്. അതായത് നമുക്ക് അറിവുണ്ടായിരിക്കും, പണമുണ്ടായിരിക്കും, പലതും ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളിത് ആർക്കും ഒന്നും കൊടുക്കത്തില്ലെന്ന്. ഇന്ന് കൈ കൊണ്ടൊരു സാധനം കൊടുക്കത്തില്ല, എന്താ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, ആ ഒരു ഫീലായിരിക്കും ഇന്നേ ദിവസം. ആരെന്ത് ചോദിച്ചാലും കൊടുക്കാത്തൊരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. പണം തികയാതെ വരുന്ന അവസ്ഥയാണ്, അതുപോലെ പണം ചിലവാക്കാത്ത അവസ്ഥയാണ്. പിന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളെ ആരോ തടഞ്ഞു വെക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നും. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മടിയോ അല്ലെങ്കിൽ പോകാൻ നിങ്ങളെ ആരോ പിടിച്ചു വെക്കുന്ന പോലെ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 7 ഓഫ് കപ്സ് ആണ്. ചിലപ്പോൾ ഇന്നൊരു പർച്ചേസിങ്ങിനൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും. കുറേ കാര്യങ്ങളുണ്ടെന്നാ, വീടിന് വേണ്ടിയിട്ട്, വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. മേ ബി വീട് വാങ്ങിക്കുക, വീട് വിൽക്കുക, ചിലപ്പോൾ വീട് വൃത്തിയാക്കുന്നതായിരിക്കും, ചിലപ്പോൾ പർച്ചേസിങ്, വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ്, ചിലപ്പോൾ ഗോൾഡ് ആയിരിക്കും, ഡ്രസ്സായിരിക്കും ഒക്കെ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു പുതിയ ബന്ധത്തിൽ പെടാൻ സാധ്യതയുണ്ട്. ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളെ കാണാൻ പോവുക, അവരെ മീറ്റ് ചെയ്യുക, അങ്ങനെ ഒരു എനർജി ഉണ്ട്. ദെൻ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ എന്തെങ്കിലും ചിലപ്പം ഇന്ന് ക്ഷേത്രങ്ങളോ പള്ളിയിലോ ഒക്കെ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പാരമ്പര്യ സ്വത്തിൻ്റെ ഒരു വിഹിതം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പം ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒന്നല്ല ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യണം, മൾട്ടി ടാസ്കിങ് ആണ്. ഇന്ന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മൾട്ടി ടാസ്കിങ് ആണ്. ഒന്ന് ഒത്തിരി കാര്യങ്ങൾ ഉള്ളൊരു എനർജി പോലെയാണ് ഈ 7 ഓഫ് കപ്സ് പറയുന്നത് കേട്ടോ. വീട് പണിയുന്നവരോ വീട് വാങ്ങിക്കുന്നവരോ വിൽക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം അതിനുള്ളൊരു പറ്റിയ ദിവസമായിട്ട് കാണുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യണം, പണത്തിൽ റിസ്ക് എടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ പണം നിങ്ങളുടെ കയ്യിൽ ധാരാളമായിട്ട് പണം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇത് കോൺട്രാഡിക്റ്ററിയാണ്. കാരണം ഈ എനർജിയിൽ പറയുന്നത് പണം നഷ്ടം വരാൻ സാധ്യത ഉണ്ടെന്നാണ്. ഇവിടെ പണം ചിലവാക്കില്ലെന്നാണ്. ഇവിടെ എന്നാൽ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും പണം ധാരാളമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നുമാണ്. പണം ഇഷ്ടംപോലെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. അവിടെ നിങ്ങൾ പണത്തിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം വളരാൻ വേണ്ടി വിടുന്നു. ഒരു റിസ്ക് എടുക്കാൻ, പണത്തിൽ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുന്നതാണ്. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് ബോട്ടം വന്നേക്കുന്നതിനകത്ത് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം വരുമെന്നും ഇന്ന് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടെന്നുമാണ്. അപ്പോൾ മൊത്തം കൂടെ കേൾക്കുമ്പം നിങ്ങൾക്കും കൺഫ്യൂഷൻ തോന്നി, ഇതെന്താ പലതും മാറ്റി മാറ്റി പറയുന്നത്. അപ്പോൾ ഓരോ കാർഡിൽ ഓരോന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ എനർജീസും എല്ലാവർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവത്തില്ല. ചിലപ്പോൾ രാവിലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലോസ് ഒക്കെ വരും, ചിലപ്പോൾ വൈകുന്നേരം നിങ്ങൾക്ക് പൈസ വന്ന് കിട്ടാം, അങ്ങനെ സംഭവിക്കുമല്ലോ. അതുപോലെ നിങ്ങൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ പിശുക്കും, എന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ കൊണ്ട് സ്പെൻഡ് ചെയ്യും, അങ്ങനെ ആകാമല്ലോ. ഇവിടെ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുകയും പണത്തിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും, എന്നിട്ട് ആവശ്യമില്ലാതെ പണം സ്പെൻഡ് ചെയ്യും, അങ്ങനെ ആകാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദിവസം പല സമയത്ത് പല എനർജീസിലൂടെ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. മേ ബി അതായിരിക്കാം. അല്ലെങ്കിൽ ഈ എല്ലാ കാർഡും എല്ലാവർക്കും റെസൊനേറ്റ് ആകത്തില്ല. ഇവിടെ കുറച്ച് പേർക്ക് പല സോഴ്സിൽ നിന്ന് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതും ഫാമിലിക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യുന്നതും കാണുന്നുണ്ട്. ഇവിടെ പണം വരുന്നതും പണം പോകുന്നതും ഉണ്ട്. ഈ 10 ഓഫ് പെൻറ്റക്കിളിനകത്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലിയാണ്. അതായത് ഇപ്പോൾ 10 ഓഫ് കപ്പാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയും ഫുൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. ഇവിടെ കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലിയാണ്. അതായത് കുറച്ച് ആഡംബരം കാണിക്കുന്ന, കുറച്ച് പണം സ്പെൻഡ് ചെയ്യുന്ന, ഫാമിലിക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ഫാമിലിയാണ് ഈ 10 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ പണം ധാരാളമായി വരുന്നതും അതുപോലെ തന്നെ വീടിന് വേണ്ടി പണം സ്പെൻഡ് ചെയ്യുന്നതും കാണുന്നുണ്ട്. ഫാമിലി ഗെറ്റ് ടുഗദർ, ഫാമിലി യൂണിയനൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതാണൊരു റീഡിംഗ് എന്ന് പറയുന്നത്. ഇന്ന് മിക്കവാറും കൺഫ്യൂസ്ഡ് ആകും, കാരണം പല പെൻറ്റക്കിൾസിൻ്റെ പല കാർഡ്സിൽ പലത് പറയുന്നുണ്ട്. പണം ചിലവാക്കുമെന്നും നഷ്ടം വരുമെന്നും, ചിലവാക്കാതെ പിടിച്ചു വെക്കുമെന്നും, പണം മാനിഫെസ്റ്റ് ചെയ്യുമെന്നും, ധാരാളം പണം വരുമെന്നും ഒക്കെ കാണുന്നുണ്ട്. അപ്പം മിക്കവാറും കുറേ പേർ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സാഹചര്യം ഇതിൽ ഏതാണോ അതിനനുസരിച്ചുള്ള കാർഡുകൾ എടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ നമ്മൾ റീഡ് ചെയ്യുന്ന 10-11 കാർഡ് വെച്ചിട്ടാണ്. 11 കാർഡും എല്ലാവർക്കും റെസൊനേറ്റ് ആവത്തില്ല. ചില കാർഡുകളൊക്കെ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും, ചിലത് റെസൊനേറ്റ് ആവത്തില്ല. ഓക്കെ, അതുപോലെ ചിലർക്ക് 11 കാർഡും റെസൊനേറ്റ് ആവത്തില്ല. കാരണം എൻ്റെ എനർജിയിലുള്ള ആളുകളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ റാൻഡമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ വീഡിയോയിൽ വന്ന് കയറിപ്പോയതായിരിക്കും. അപ്പം നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ അറിഞ്ഞ് ഓടിക്കോട്ടോ.
നിങ്ങൾക്ക് വൺസ് ഒരബദ്ധം പറ്റി എൻ്റെ എനർജി ആയിട്ട് നിങ്ങൾ അലൈൻഡ് അല്ല എന്ന് മനസ്സിലായാൽ പിന്നെ ദയവ് ചെയ്ത് ഈ റൂട്ടിലോട്ട് വരല്. കാരണം നിങ്ങൾക്ക് ഞാനുമായിട്ട് മാച്ചാകാൻ പ്രയാസമായിരിക്കും. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. റീകൺസിഡർ ആണ്. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കാനായിട്ട് നിൽക്കുവാണ്, അല്ലെങ്കിൽ തീരുമാനം എടുത്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പരിഗണിക്കാനാണ് പറയുന്നത്. ആ തീരുമാനം ഒന്നുകൂടെ ഒന്ന് റീകൺസിഡർ ചെയ്യണം, ഒന്ന് പുനഃപരിഗണിക്കണം എന്നാണ് പറയുന്നത്. ദെൻ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്ന പോലെ കാണുന്നുണ്ട്. ഒരു സ്റ്റക്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ക്ലിയർ ആവുമെന്നാണ് കാണുന്നത് കേട്ടോ. ദെൻ തേർഡ് കാർഡ് ട്രസ്റ്റ് ആണ്. നിങ്ങൾ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്തനുഭവിക്കുന്നതും നിങ്ങൾ ആ സമയത്ത് അനുഭവിക്കേണ്ടത് കൊണ്ടാണ്. അപ്പോൾ അതിന് എന്തോ ഒരു കാരണമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു നിമിത്തം ഉണ്ടെന്ന് പറയുന്ന പോലെ നിങ്ങളിത് ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ അതിനൊരു കാരണം ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത്? റൊമാൻസ് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ലവേഴ്സിന് ഉള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ലവേഴ്സിന് ഇന്ന് എന്ത് ഗൈഡൻസ് ആണുള്ളത്? ഫസ്റ്റ് കാർഡ് ലെഗ് ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും, കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം മറ്റൊന്നായിരിക്കും, പക്ഷെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന വേറൊന്നായിരിക്കും. അപ്പോൾ അവിടെ പറയുന്നത് അലോ ദി സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. എന്താണോ നാച്ചുറലായിട്ടുള്ള നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ് അതിനനുസരിച്ച് ഈ ബന്ധം മുന്നോട്ട് പോകാൻ അനുവദിക്കുക. അല്ലാതെ നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്തല്ല റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകേണ്ടതെന്നാണ് ഫസ്റ്റ് കാർഡ് വന്നേക്കുന്നത്. ദെൻ സെക്കൻഡ് കാർഡ് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റാളുകളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സഹായത്തിന് വരുന്നത്. നിങ്ങൾക്കൊരു ഡിസിഷനിലേക്കൊക്കെ എത്താൻ നിങ്ങളെ സഹായിക്കുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കൂ, അവരിൽ നിന്ന് നിങ്ങളൊരു സപ്പോർട്ട് സീക്ക് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത്. വീണ്ടും ട്രസ്റ്റ് വന്നിട്ടുണ്ട്. ദി സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. ഇത് ശരിക്കും നിങ്ങളിൽ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സിറ്റുവേഷനാണ്. നിങ്ങൾ വിശ്വസിക്കുക, ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൽ 100% അത് നടക്കും എന്ന് വിശ്വസിക്കുക. ആ വിശ്വാസത്തിൽ പൂർണ്ണമായിട്ടും അത് അർപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്, അത് നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.